friends. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു പാല് പൊരിച്ചാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് നടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുവാണ്. ഞാൻ ആദ്യം എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കപ്പ് ഒരു 2% മിൽക്കാണ്. അത് നമുക്കിപ്പോൾ നാട്ടിലാണെങ്കിൽ തിളപ്പിച്ച ആറ്റിയ ഒരു കപ്പ് മിൽക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെയാണ് നമുക്ക് പെർസെൻറ്റേജാണ് മിൽക്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന 2% മിൽക്കാണ് എടുത്തേക്കുന്നത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവാപ്പറേറ്റഡ് മിൽക്ക് അത് താല്പര്യമുള്ളവർക്ക് മതി. ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക് കൂടി വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 ഡ്രോപ്പ് വനില എസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു 2 ഡ്രോപ്സ് വനില എസൻസിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഒരു 50 ഗ്രാം നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ട്. ഒരു 50 ഗ്രാം പഞ്ചസാര അത് നന്നായിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് തിക്കൻ ചെയ്യാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പാൽ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു 2 ഡ്രോപ്പ് വനില എസൻസ് അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോയിൽ ചെയ്യണം. അപ്പോൾ ബോയിൽ ചെയ്തുമ്പോൾ അത് തിക്കനായിക്കോളും. കാരണം നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തിക്കനായിക്കോളും. അപ്പോൾ നമുക്കൊന്ന് ബോയിൽ ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളതൊന്ന് തിക്കൻ ചെയ്യാണ്. അത് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഞാനത് തിക്കൻ ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് തിക്കനായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിനർ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആ കട്ടിയുള്ളതൊക്കെ ഒന്ന് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് അരിച്ചിട്ട് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാണത്. അപ്പോൾ നമ്മളൊരു കുറച്ച് വലിയ കണ്ണിയുള്ള അരിപ്പ് എടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. ഒരല്പം വലിയ കണ്ണിയുള്ളതാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു സ്പൂൺ വെച്ച് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ട്രേയിലേക്ക് മാറ്റുവാണ്. നമുക്കതൊന്ന് തണുപ്പിക്കാനുള്ളതുകൊണ്ട് ഞാനൊന്ന് ഒരു ബട്ടർ പേപ്പർ ഒരു ട്രേയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇന്ന് രാത്രി ഞാനത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ അതൊന്ന് എടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങാനത് അതിൻ്റെ കോൺസെൻട്രേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ഫ്രീസറിൽ ഒരു അരമണിക്കൂർ ഒന്ന് വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെയാണ് അത് സെറ്റായത്. നിങ്ങൾക്ക് അങ്ങനെ അതൊരു അത്ര കണ്ട് കട്ടി ആവണില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുക്കാം. അപ്പോൾ നമുക്കത് കട്ടിയായിട്ട് തന്നെ മുറിക്കാൻ കരുതി തന്നെ കിട്ടും. അപ്പോൾ ഞാനത് എടുക്കുവാണ്. നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് മറയ്ക്കാം. ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്യാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് വറക്കാൻ പോകണം. അപ്പോൾ അതിന് നമ്മളൊന്ന് ബാറ്റർ ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ ഞാൻ ഇത് മൈദപ്പൊടിയാണ്.
നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോറോ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോറോ എടുക്കാം. ഞാൻ ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സോസ് പോലെ ഉണ്ടാക്കുകയാണ്, നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഇത് 1 കപ്പ് മൈദപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ. നമുക്കത് ഉപയോഗിക്കണം. ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഒരു ബാറ്റർ ആക്കാണ്. എന്നിട്ട് ഈ ബാറ്ററിലാണ് നമ്മൾ മുക്കി പൊരിക്കുന്നത്. നമ്മളൊന്ന് കൂടുതൽ ലൈറ്റ് ആക്കരുത്. നമുക്കൊരു ഇപ്പോൾ ഞാൻ ആ ഫ്ലോറിലൊന്ന് മുക്കിയിട്ടുണ്ട്. ആ ഫ്ലോറിൽ മുക്കിയിട്ട് ഞാൻ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അത് നമുക്ക് കാണാം. നമ്മൾ ആദ്യം തന്നെ ഫ്ലോറിൽ മുക്കുന്നു, പിന്നെ ആ ബാറ്ററിലൊന്ന് ജസ്റ്റ് മുക്കി നമ്മൾ പൊരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാല് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വറുത്ത് തന്നെ എടുക്കണം. കൂടുതൽ നേരം അതിനകത്ത് ഇടരുത്. വെളിച്ചെണ്ണയുടെ ടെമ്പറേച്ചറും അത്യാവശ്യം ഹൈ ആയി. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് നല്ല ടേസ്റ്റിയാണ്. നമുക്കൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റി ഉള്ള ഒരു സാധനമാണ്. നല്ല നമ്മുടെ പിള്ളേർക്കായാലും ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയുടെ ടെമ്പറേച്ചർ കൂടുതലായി പോകരുത്, കുറയാനും പാടില്ല. പിന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.